ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇത് ഞാനൊരു 2.5 മാസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. ഞാൻ ന്യൂസിലൻഡിലായിരുന്ന സമയത്ത് ഒരു സൺഡേ ഈവനിങ് നമ്മളും, അതായത് ഞാനും ചേട്ടനും ചേച്ചിയും അമ്മയും ആൻഡ് ചേട്ടനും ഫാമിലി പപ്പയും അമ്മ എല്ലാവരും കൂടിയിട്ട് നമ്മളൊരു സ്ഥലം വരെ പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലം ഒരു ഫാമായിരുന്നു. അവിടേക്ക് പോണതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഫാമിൻ്റെ ഓൾമോസ്റ്റ് ക്ലോസിങ് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ നൈസായിട്ട് നമ്മുടെ പ്ലാൻ ഒന്ന് മാറ്റിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടേക്ക് പോയോണ്ടിരിക്കുക. രണ്ടും ഈക്വൽ ഡിസ്റ്റൻസ് ആയിരുന്നു. ഈ കാണുന്ന ഓക്ലൻഡിലുള്ള സൂലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ സൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് നടന്ന് കാണാനായിട്ടുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടേക്ക് എത്തി. ഞാൻ അവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയായിരുന്നു. ചേട്ടൻ്റെ ഫാമിലിനൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ചേട്ടൻ കാറൊക്കെ പാർക്ക് ചെയ്ത് വന്നു. ബട്ട് സ്റ്റിൽ എഗെയിൻ ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയും ആൾക്കാരൊക്കെ വരാനായിട്ട് കുറച്ചധികം സമയം എടുത്തു. കുറച്ചധികം കുട്ടിപ്പട്ടാളങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വരാനായിട്ട് കുറച്ചധികം സമയം എടുത്തു. എന്തുകൊണ്ടാണ് ആദ്യം ഒരു ഹുഡിയും പിന്നെ ഈ ഒരു ടീഷർട്ട് ഇട്ട് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കുറച്ചൊരു ചൂട് പോലെ തോന്നി. ഹുഡി ഇട്ടുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായത് അവിടെ എത്തിയതിന് ശേഷമാണ്. പക്ഷേ എന്താ പറയുക, ആ ചൂട് കാരണം കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിലോട്ട് കയറാൻ നിൽക്കുന്ന സമയത്താണ് ചേട്ടൻ പറഞ്ഞത്, നിനക്ക് ചൂട് എടുക്കുന്നുണ്ടെങ്കിൽ ഓടിപ്പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നോ, ടീഷർട്ട് എടുത്തിട്ട് വന്നോ. അപ്പോൾ ഞാൻ അവിടെ വീട്ടിലിട്ട് നിൽക്കുന്നുണ്ടായിരുന്ന ഒരു ഡ്രസ്സ് എടുത്തിട്ട് എഗെയിൻ ഞാൻ തിരിച്ച് ഓടി വന്നതാണ് ഈ കാണുന്ന ബ്ലാക്ക് ടീഷർട്ട്. ആൻഡ് ഓൾസോ നമ്മൾ പോകാൻ പോകുന്നത് ഒരു ഫാമിലോട്ടായതുകൊണ്ട് തന്നെ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടിട്ടതാണ്. പക്ഷേ ഈ ഒരു ലൊക്കേഷനിൽ എത്തിയപ്പോൾ നല്ല കാറ്റും നല്ല തണുപ്പുമായിരുന്നു. അങ്ങനെ ഞാനെൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഒരു ട്രെയിൻ, റോട്ടിൽ കൂടെ ഓടിപ്പോകുന്ന ഒരു ട്രെയിൻ ഞാൻ കണ്ടു. ഇതങ്ങനെ റോട്ടിൽ കൂടെ ഓടിപ്പോകുന്ന ഒരു ട്രെയിനാണ്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ഇത് രണ്ടും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഭയങ്കര ലൈഫിൽ എൻ്റെ ഭയങ്കര ലക്കായിട്ട് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഈ രണ്ട് കാര്യങ്ങളും എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന സംഭവങ്ങളായിരുന്നു. അതായത് റോട്ടിൽ കൂടെ ഓടുന്ന ട്രെയിനും പിന്നെ അത് ഈ പോകുന്ന ഡബിൾ ഡക്കർ ബസ്സും. അങ്ങനെ നമ്മളിതൊക്കെ കണ്ട് കഴിഞ്ഞ് തിരിച്ച് കയറി ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചേട്ടനും ഫാമിലിയും എല്ലാ കുട്ടിപ്പട്ടാടങ്ങളും പപ്പയും മമ്മിയും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്ന് അവർ എൻട്രി എടുക്കുമ്പോൾ തന്നെ നമുക്ക് അവരിങ്ങനെ ഒരു മാപ്പൊക്കെ തരും. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഈ സൂവിൻ്റെ അകത്തോട്ട് നമ്മൾ എൻ്റർ ആയിരിക്കുകയാണ്. കുട്ടികളൊക്കെ ഭയങ്കര ഉഷാറായിരുന്നു കേട്ടോ. ഓടി നടക്കണ കണ്ടില്ല എല്ലാവരും കൂടിയിട്ട്. യേസു ആയിരുന്നു കേട്ടോ നമ്മുടെ ടീമിനെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അവർ ഒരുപാട് തവണ വന്നിട്ട് അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ അവർ എക്സൈറ്റഡ് ആണ്. അറ്റ് ദി സെയിം ടൈം എഗെയിൻ ആൻഡ് എഗെയിൻ വിസിറ്റ് ചെയ്യാനായിട്ട് ഞാൻ അതിനായിട്ട് എക്സൈറ്റഡ് ആണ്. അങ്ങനെ നമ്മൾ ഈ സൂവിൻ്റെ അകത്തോട്ട് എൻട്രി ചെയ്തിരിക്കുകയാണ്. അങ്ങനെ എൻട്രൻസിൽ തന്നെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാൻ ജിറാഫിനെയും സീബ്രേനെയും കണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നു, അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത്, അവരൊക്കെ എന്ത് നീറ്റായിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. അവർ നിൽക്കുന്ന സ്ഥലങ്ങളായാലും അവരെ എന്താ പറയുക, നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ആ സറൗണ്ടിങ്സ് ആണെങ്കിലും ഓരോ ആനിമൽസിനാണെങ്കിലും അവർ കീപ്പ് ചെയ്തിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഹാൻഡ്സ് ഓഫ്. അത്രയും നമ്മുടെ നാട്ടിലെ സൂവൊക്കെ എന്ന് പറയുന്നത് അത്രയും വൃത്തിയായിട്ട് രീതിയിലാണ് കീപ്പ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്, ഇതൊരിക്കലും ഞാനൊരു വ്ളോഗായിട്ടോ വീഡിയോ ആയിട്ടോ ഇടണമെന്ന് പ്ലാൻ ചെയ്തെടുത്തിട്ടുള്ള വീഡിയോ അല്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ഒക്കെ ആയിട്ടാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ അടുത്ത പോർഷനിലോട്ട് കടന്നു. അടുത്തതായിട്ട് നമ്മൾ കണ്ടത് ഓസ്ട്രിച്ച് ഇല്ലേ, നമ്മുടെ ഒട്ടക പക്ഷി. എല്ലാ മൃഗങ്ങളുടെ ഭാഗത്തായിട്ടും ഇതുപോലൊരു അവരെക്കുറിച്ചുള്ളൊരു ബ്രീഫ് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് പോയത്. പക്ഷെ അതിനെ കാണാൻ പറ്റില്ല, പകരം ഒരു മുയലിനെ നമ്മൾ കണ്ടു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നിരാശയോടെ അടുത്ത സെക്ഷനിലോട്ട് മൂവ് ചെയ്യാണ്. കുറച്ച് താറാക്കളൊക്കെ അവിടെ ഇവിടെ ഇരിക്കും. താറാവല്ലല്ലോ, അതുപോലത്തെ ഇത്തിരി കുട്ടിക്കിളി അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. അത്രേ ഉള്ളൂ, അവിടെ വേറെ ഒന്നും കണ്ടില്ല. ഓ, ജിറാഫിന്റെ ഹാർട്ട് ഇരിക്കുന്നത് വേറെ, ബ്രെയിൻ ഇരിക്കുന്നത് ഡിഫറെന്റ് ആണോ? ഈ കാണുന്നത് നമ്മളൊരു ഫാമിലി ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടുകളാണ്. അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ബഹളങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പേര് അറേഞ്ച് ചെയ്ത് വരണ്ടേ. അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് കടന്നിരിക്കുകയാണ്. ഈ കാണുന്നത് കുട്ടികൾക്കുള്ളൊരു ആക്ടിവിറ്റി ഏരിയ പോലത്തെ ഒരു സ്ഥലം കൂടിയാണ്. ഇതിൻ്റെ അകത്ത് ആ ഇരിക്കുന്ന കുട്ടിദേവക പോലത്തെ സാധനമില്ലേ, അത് ഞാൻ തോന്നുന്നു മലയാളത്തിൽ പറയുന്നത്. അതാണ് ആ കൂടിൻ്റെ അകത്തുള്ളത്. നമുക്ക് ഇതിനകത്തോട്ട് കയറി പോകാൻ പറ്റും. അവസാനം എന്നെ ഉന്തിത്തള്ളി കയറ്റിയായിരുന്നു. അപ്പോഴാണ് ഞാൻ കഷ്ടപ്പാട് അറിയുന്നത്. ഈ ഷോർട്സ് ഇട്ടുകൊണ്ട് അവിടെ മൊത്തം ഈ തരിതിരി പോലത്തെ മണൽ പോലത്തെ സാധനങ്ങളായിരുന്നു, പാറ പോലത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു. അതിൽ കൂടെ അങ്ങോട്ടും പോകുമ്പോഴുള്ള കഷ്ടപ്പാട് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേണ്ടായിരുന്നു എന്നായിപ്പോയി. പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ.
പിള്ളേരൊക്കെ 2 റൗണ്ട് കഴിഞ്ഞിട്ടും എന്നെ പുറത്തോട്ട് കാണാനില്ല. അതായിരുന്നു സത്യം. അവർക്ക് ഇങ്ങനെ ഓടി നടന്നാൽ മതി. എൻ്റെ ഹൈറ്റും വെച്ചോണ്ട് ഞാൻ ഇതിൽ കൂടെ മുട്ടിലഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് മറ്റേ ഹരിശ്രീ അശോകനോട് സലീംകുമാർ ചോദിക്കുന്ന ചോദ്യമാണ് തോന്നിയത്. എങ്ങിട്ട് പോണു മുട്ടിലഴിഞ്ഞ്, ആ ഫീലായിരുന്നു. കണ്ടില്ലേ, പിള്ളേരൊക്കെ 2 റൗണ്ട് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പുറത്തോട്ട് എത്തിയിട്ടില്ല. എഫിയുടെ ചിരി നോക്കിയാൽ ഐ മിസ് ഹിം, റിയലി ഐ മിസ് ഹിം. അവസാനം അവൻ തിരിച്ചു വന്ന് എന്നെ കാണാണ്ടായിട്ട്, നീ വരുന്നില്ലേടി എന്ന് ചോദിച്ചോണ്ട്. Let's go. If you're in the way. And if you want to see outside, wait. ഇവര് പറന്നു പോകൂലേ? no, look more, look up, look up. Oh, okay. See? So cute, right? Yeah. To the danger zone, where we start to see the king of the jungle. Really? Or, as you can say, the king of the savannah. ഇവളങ്ങനെ പറഞ്ഞിട്ട് നിങ്ങള് കൊണന്ന് ലയണിനെ തിന്നാൻ വേണ്ടി മീനിട്ട് കൊടുത്തിട്ടുണ്ട് അവര്. ഗോൾഡ് ഫിഷ്. Yeah, they don't hunt here. They give it there. They only Where is lion? അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോയത് നമ്മുടെ സ്വന്തം കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന സിംഹത്തിനെയാണ്. സിംഹത്തിനെ കണ്ടപ്പോൾ എൻ്റെ കിളി ഒന്ന് നൈസായിട്ട് പറയായിരുന്നു. ബിക്കോസ് ആ സിംഹവും നമ്മൾ നിൽക്കുന്ന സ്ഥലം തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. നടുക്കൊരു കുഞ്ഞൊരു പുഴ പോലത്തെ ഒരു സാധനം, അല്ലെങ്കിൽ ഒരു തോട് പോലത്തെ ഒരു സാധനം ഉണ്ട് എന്നേ ഉള്ളൂ. എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ഇനിയിപ്പോൾ അതങ്ങനെ ഇങ്ങോട്ട് നീന്തി വരുമോ, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതിനെക്കുറിച്ച് അറിയാനായിട്ട്. അതെങ്ങാനും ഇങ്ങോട്ട് നീന്തി കടന്ന് വരുമോ എന്നുള്ളതായിരുന്നു. ആദ്യം നമ്മൾ ഒരു സിംഹത്തിനെ കണ്ടു, അത് കഴിഞ്ഞ് നമ്മൾ 2 സിംഹത്തിനെ കണ്ടു, 3ാമത്തെ സിംഹത്തിനെ കൂടി നമ്മൾ കണ്ടു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അതും കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് ഇതുപോലത്തെ ഒരു സാധനത്തിനാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ ഒരു സാധനത്തിന് ഒരു ഹാർട്ട് ഷേപ്പിൽ. പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോൾ ഏറ്റവും ഫൺ പാർട്ട് എന്ന് പറയുന്നത് ഇതേ പോസിൽ അവിടെ 2 നിൽക്കുന്നുണ്ടായിരുന്നു, ഈ ഫോട്ടോയിൽ കാണുന്ന അതേ പോസിൽ. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയി നോക്കുമ്പോൾ ഈ സിമെന്റിലൊക്കെ ടൈഗറിന്റെ കാൽപ്പാടുകൾ, ഫുട് പ്രിന്റ്സ് കണ്ടായിരുന്നു നമ്മൾ. എന്നിട്ട് ആടും അത് ഡക്കി. ഞാൻ നക്കി നോക്കിയ ആര് നക്കുന്നത് ഡക്കി. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ 1, 2, 3 സിംഹങ്ങളെയും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് പോയത് റൈനോനെ കാണാനാണ്. റൈനോ ഇല്ല, അങ്ങനെയല്ലേ പ്രൊനൗൺസ് ചെയ്യുക, ഹിപ്പോപ്പൊട്ടാമസ് അല്ല, അതിന് തന്നെ ഒരു ചേട്ടൻ അനിയനായിട്ടേ വരും. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് നേരെ വീണ്ടും നടന്ന് വേറൊരു സിംഹം കിടക്കുന്ന വേറൊരു സ്ഥലത്തോട്ട് പോയി. ഞാൻ പറഞ്ഞില്ലേ, ഈ 3 സിംഹങ്ങളും ഒരുമിച്ചാണ് കിടക്കുന്നുണ്ടായിരുന്നത്. നേരത്തെ എനിക്ക് ആ സിംഹത്തിന്റെ കൂട്ടിലെ ആ കുട്ടി താറാവുകൾ നീന്തണ കണ്ടപ്പോൾ എനിക്കൊന്ന് നെഞ്ചിടിച്ചായിരുന്നു. പക്ഷെ സിംഹത്തിന് പുല്ല് വില. പിന്നെ ഞാൻ നടന്ന് ഇങ്ങനത്തെ സാധനങ്ങൾ ഞാൻ എവിടെ കണ്ടിട്ടില്ല. എന്താ പറയുക, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചോണ്ടോ, എന്തൊരു ഫ്ലെമിഗോ സംതിങ് ലൈക്ക് ദാറ്റ്, നിങ്ങൾ വായിച്ചോ പോസ് ചെയ്തിട്ട്. എനിക്കിവിടെ വായിച്ച് പറയാനായിട്ട് മടിയാണ്, അറിയാലോ. ഈ സാധനങ്ങൾ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ്മേറ്റ്സിൻ്റെ ബുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിൽ ഇങ്ങനത്തെ സെയിം പോസിൽ നിൽക്കുന്ന കുറേ താറാക്കളെ പോലത്തെ സാധനത്തിന് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ നിന്നിട്ട്, ഇതിൻ്റെ കൂടെ അല്ല, ഇതിൻ്റെ കൂടിൻ്റെ പുറത്ത് നിന്നിട്ട് ഞാൻ അമ്മയൊക്കെ ഫോട്ടോ എടുത്തായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. ഫോട്ടോ കാണാത്തവരുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല അടിപൊളിയായിരുന്നു.
ഇതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടേ ഞാൻ പറയാണ്, ഞാൻ ആ ഹുഡി മാറ്റിയതിൽ ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നിയിരുന്നു. ബിക്കോസ് കാറ്റ് കണ്ടില്ലേ, അത്രയും കാറ്റായിരുന്നു. പിന്നെ ആനേനൊക്കെ ആർക്ക് വേണം, നമ്മൾ തൃശ്ശൂരുകാർക്ക് ആനേനൊക്കെ ആർക്ക് വേണം, എന്ത് പറയല്ലേ. ആന അങ്ങോട്ട് പിന്തിരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ആ പുച്ഛം നേരത്തെ കൂട്ടി ആന അറിഞ്ഞത് കൊണ്ടാണെന്നറിയില്ല, പുച്ഛഭാവത്തോടെ പിൻഭാഗം കാണിച്ചിട്ടായിരുന്നു നമ്മളെ അങ്ങനെയല്ലല്ലോ ആ ആന നമ്മളെ വരവേറ്റത് ഗൈസ്. വെറും പുച്ഛം. എനിക്ക് ആനോടുള്ള പുച്ഛം ആന നേരത്തെ കൂട്ടി കണ്ടിരിക്കണം, പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ വീണ്ടും നടന്ന് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്ഥലത്തോട്ടിരിക്കുകയാണ്. ആ 2 പൈപ്പ് പോലത്തെ സാധനമില്ലേ, ആ 2 സാധനത്തിൽ കൂടെ അങ്ങോട്ട് ഓടിയിട്ട് പറയുന്നത് ഇങ്ങോട്ട് അപ്പുറത്തെ വേറെ പൈപ്പിൽ കൂടെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നൊക്കെയാണ് അവർ പറയുന്നത്. അവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു, ഞാൻ ട്രൈ ചെയ്തില്ല. കണ്ടോ, അവിടെ 2 യെല്ലോ പൈപ്പിന് 2 എൻഡിൽ നിന്ന് പറയുന്നത് ഇപ്പുറത്തോട്ട് കേൾക്കാൻ പറ്റുന്നവരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങനത്തെ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ പിള്ളേർ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് നേരെ നമ്മുടെ പുലീനെ കാണാനെത്തി. പുലി ആ സംഭവമല്ലേ, ആ പുലീനെ കാണാൻ നമ്മൾ എത്തി ഗൈസ്. അവിടേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ വന്നപ്പോഴും പട്ടിപ്പുച്ഛം. പുലിക്ക് ഫസ്റ്റ് തീറ്റ തന്നെ, നമ്മളെപ്പോലെ തന്നെ ഫസ്റ്റ് തീറ്റ. അത് അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് തിന്നുകൊണ്ടിരിക്കുന്നു, നമ്മളെ മൈൻഡാക്കുന്ന പോലും ഇല്ല. എന്താ പറയല്ലേ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നിരാശ മാറ്റാനായിട്ട് അങ്ങനെ നോക്കടാ അറ്റത്ത് തീ കിടക്കുന്നു വേറൊരു പുലി, അതിൻ്റെ മുകളിൽ കയറിയിരുന്ന എല്ലാവരും ഞാൻ കാണുന്നുണ്ടാ എന്ന് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഗ്ലാസ്സിനൊക്കെ അപ്പുറത്തായിട്ട് ചെറിയൊരു കമ്പിവേലി മാത്രം വെച്ചുകൊണ്ട് ആ പുലി അപ്പുറത്തിരിക്കുന്നു. ആ പുലിക്ക് കുറച്ചെങ്കിലും ബോധമുണ്ടെങ്കിൽ അത് പൊളിച്ചു വരാമെന്നായിരുന്നു ഞങ്ങളുടെ പിന്നത്തെ തോട്ട്. എനിവേസ് എന്താ അടിപൊളിയല്ലേ സ്കിന്നൊക്കെ കാണാനായിട്ട് അവിടെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ ഈ കുരങ്ങൻ്റെ സെക്ഷനിലോട്ട് എത്തി. ആ കുരങ്ങ ഒന്ന് നോക്കിക്കോട്ടോ, ആ കുരങ്ങനെ നിങ്ങളൊന്ന് പ്രത്യേകം എടുത്ത് നോക്കിക്കോ, ഭയങ്കര കോമഡി കുരങ്ങനാണത്. അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് ഹിപ്പോസിൻ്റെ അവിടേക്ക് എത്തി. ഹിപ്പോനൊന്നും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾ കാണാത്തൊരു സംഭവം അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിവിടെ തൃശ്ശൂർ സൂവിലൊക്കെ കുറേ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ വെള്ളത്തിൽ കിടന്ന് കുത്തി പറയുന്ന അല്ലെങ്കിൽ വായ പൊളിച്ചിരിക്കുന്ന ഹിപ്പോനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് മാത്രം. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടത് റെനോനെയാണ്, ഇപ്പം കണ്ടത് ഹിപ്പോനെയാണ്. ആർക്കും തെറ്റിട്ടൊന്നുമില്ലല്ലോ. എനിക്ക് അന്ന് തെറ്റിയായിരുന്നു. എനിക്ക് ആദ്യം ഞാൻ കണ്ടത് ഹിപ്പോ ആണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഹിപ്പോയും റൈനും ഒക്കെ ചേട്ടനഞ്ചന്മാരുടെ മക്കളെ പോലെയൊക്കെ തന്നെ. അങ്ങനെ നമ്മൾ വീണ്ടും നടന്ന് എല്ലാവരും ലീഡ് കൊണ്ടുവന്നിരിക്കുന്നത് യെസു ആണ്. ഓഫ് കോഴ്സ് ഷീ വാസ് അവർ ലീഡർ. പിന്നെ നമ്മൾ കണ്ടത് കിളികളുടെ സെക്ഷനിലോട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് കിളികളെ വെറൈറ്റി കിളികളെ കാണാനാണ് പോയത്. പക്ഷെ അധികമൊന്നും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല. അവിടെ എവിടേക്കോ ഹൈഡ് ചെയ്തിരിക്കരുത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അവർക്ക് പറക്കാനായിട്ടുള്ള സ്പേസ് അവർ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് പറന്ന് പോകുമെന്നുള്ള പേടിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഈ കൊടുത്തിട്ടുള്ള നെറ്റുകളും സാധനങ്ങളൊക്കെ കണ്ടില്ലേ, ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അവർ ഭയങ്കര നീറ്റായിട്ടും എല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു വേസ്റ്റ് പോലും നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. അറ്റ് ദി സെയിം ടൈം ആനിമൽസിൻ്റെ ആ ഒരു ഫ്രീഡം അവർ എൻഷുർ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. അവരത് എന്താ പറയുക, ഒരിക്കലും കൂട്ടിലിട്ട് കിടക്കുകയാണെന്നുള്ളൊരു ഫീല് വരരുത്. ആനിമൽസിനാണെങ്കിലും ബേർഡ്സിനാണെങ്കിലും വരരുത് എന്ന് അവർക്ക് നിർബന്ധമുണ്ട് എന്ന് നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആ കാണുമ്പോൾ എന്താ പറയുക, ലേറ്റ് നൈറ്റ് ഇരുന്ന് വോയിസ് ഓവർ ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കുക. ആൻഡ് ഈ വെള്ളമാണെങ്കിലും എല്ലാതാണെങ്കിലും നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ബേർഡ്സിൻ്റെ ഭാഗത്തോട്ട് പോകുമ്പോൾ 2 ഡോറിൽ കൂടെ നമുക്ക് എൻട്രി ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ആദ്യത്തെ ഡോറ് നമ്മൾ എല്ലാവരും കടന്നു കഴിഞ്ഞിട്ട് ആ ഡോറ് ക്ലോസ് ആയാൽ മാത്രമേ രണ്ടാമത്തെ ഡോറ് ഓപ്പൺ ആവുള്ളൂ എന്നുള്ളതാണ് ഒരു ബെറ്റർ പാർട്ട്. ബിക്കോസ് അത് പറന്ന് പുറത്തോട്ട് പോകാണ്ടിരിക്കാൻ ഇതിൻ്റെ അകത്തൊരു പച്ച കളർ അതിനെ കണ്ടുപിടിക്കാനുള്ള പാടായിരുന്നു. പിന്നെ എല്ലാവർക്കും കയ്യും കാലം കണ്ട കുഞ്ഞ കയ്യ് കണ്ടാ, അതിന്റെ വാല് കണ്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ 2 ഡോറ്. ഫസ്റ്റ് ഡോർ ഇത് നമ്മൾ കടന്ന് ക്ലോസ് ചെയ്താൽ മാത്രമേ സെക്കൻഡ് ഡോറ് ഓപ്പൺ ആവുള്ളൂ. കൈൻഡ് ഓഫ് ഒരു സെൻസർ ടൈപ്പ് ആണത്. എനിക്ക് നല്ലൊരു അടിപൊളിയായിട്ട് തോന്നിയിട്ട് ആ ഒരു സംഭവം.
ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടില്ലേ കാണാനായിട്ട്? ഇവിടെ എന്താ ശരി? ആ കിളിനെയാ കൈതാഴ്ച. അതെന്ത് ഞം ഞം ഞം. മഞ്ഞുള്ള ഷെയ്ഡാണ്. ജോസോടിണ്ട്. സോളറൊക്കെ ആയിട്ട് വന്നാണല്ലോ ഒരു ഡാവ്. ഇത് മാപ്പൊക്കെ വീണുണ്ട് സ്ഥലത്ത്. ടയറ് പഞ്ചറായതിന് എഫി ഉറങ്ങോ നീ ഇങ്ങനെ ഇരുന്നിട്ട്? കയറാൻ പാടില്ല. അടുത്തത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരുന്നിരുന്ന ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ചാടിത്തുള്ളി പോകുന്നത്. പക്ഷേ എൻ്റെ ഒരു സങ്കടപ്പെടുത്തുന്നൊരു സംഭവമായിരുന്നു. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്ത പോലെ ആയിരുന്നില്ല. അവിടെ ഞാൻ പോയത് ഈ കാണുന്ന ഒരു പൂള് പോലത്തെ ഒരു സംഭവമില്ലേ, അതിൽ പെൻഗ്വിൻ ഉണ്ടായിരുന്നു. പെൻഗ്വിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. പക്ഷെ അവിടെ പെൻഗ്വിനില്ല. അതായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ബിക്കോസ് എനിക്ക് പെൻഗ്വിനെ കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഒരുപാട് ആൾക്കാരുടെ ഈ അന്റാർട്ടിക്കയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിലിങ്ങനെ പെൻഗ്വിൻസ് ഇങ്ങനെ ഉരുണ്ടിങ്ങനെ കുട്ടിയായിട്ട് ഇങ്ങനെ നടക്കണൊക്കെ കാണുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നേ. ഈ സമയത്തൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല അവിടെ പെൻഗ്വിൻ ഇല്ല എന്നുള്ളത് കേട്ടോ. ഞാൻ ഈ പൂളിൻ്റെ ഭംഗി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അകത്തോട്ട് കടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ പെൻഗ്വിൻ ഇല്ല എന്നുള്ളത്. അതെനിക്ക് ഭയങ്കര സങ്കടപ്പെടുത്തുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. നമ്മുടെ ലൈഫിൽ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ കണ്ടു എന്നുള്ള സന്തോഷവും സംതൃപ്തിയും കൊണ്ട് ഞങ്ങൾ ആ ഭാഗത്തു നിന്നും പോന്നു എഗെയിൻ. അവിടെ പെൻഗ്വിൻസ് മാത്രമല്ല കേട്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നമ്മുടെ നീർനായ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് അവറ്റകളെ വേറെ ഏതോ ഒരു സൂലോട്ടോ എങ്ങോട്ടോ മാറ്റിയിട്ടുണ്ട്. ഈ രണ്ട് സംഭവവും നമുക്ക് കാണാൻ പറ്റിയില്ല. ആ വിഷമം ഉണ്ടായിരുന്നു. ഈ കാണുന്ന പോർഷനായിട്ട് നമ്മൾ താഴെ നിന്ന് നേരത്തെ പൂള് പോലെ കണ്ടത്. ആ ഒരു ലൈറ്റിൻ്റെ റിഫ്ലക്ഷനും ആ ബബിൾസ് എല്ലാം കൂടെ നല്ല ഭംഗി ഉണ്ടായിരുന്നില്ലേ കാണാനായിട്ട്. പക്ഷേ എന്തോ രണ്ട് നമുക്ക് കാണാനുള്ള ഭാഗ്യമില്ല. ഹോപ്പ്ഫുള്ളി പിന്നെ എപ്പോഴെങ്കിലും പോകാൻ പറ്റുകയാണെങ്കിൽ കാണാം, അത്ര തന്നെ. അങ്ങനെ നമ്മൾ ആ സൂവിൻ്റെ ഒരു ഭാഗം കവർ ചെയ്തു എന്നാണ് അവർ പറഞ്ഞത്. ഇനിയും കുറേ പോർഷൻസ് കവർ ചെയ്യാനായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ വീട്ടിൽ പോകാൻ വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ അങ്ങനെ കുറച്ച് നേരം എഫിയും ബാക്കി നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടി കളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്. എഫി ഒരു മധുരടാത്ത ചായ ഇവിടെ, മധുരടാത്ത ചായ. ചേട്ടാ ചായ നിലത്തളയല്ലേട്ടാ. ഓക്കെ
ഇതിന്റെ ഉള്ളിൽ പോർക്കേണ്ടി വരും. ഓർക്കണ്ടിക്കും അങ്ങനെ നമ്മൾ വീട്ടിലോട്ടൊക്കെ എത്തി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എഫി നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു. അവൻ സൂവിൽ പോയ സമയത്ത് തന്നെ ഒരു മുക്കാ ഭാഗമൊക്കെ ആയപ്പോഴേക്കും നല്ല ഉറക്കച്ചടവൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓൾറെഡി സ്കോളർ ഇരുന്ന് അവൻ ഉറക്കച്ചടവിലോട്ട് ആയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് ഒരു 5 മിനിറ്റ് ഹാർഡ്ലി അവൻ ഉറങ്ങിപ്പോയി. നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് പാട്ടും ബഹളമൊക്കെ ആയി. അങ്ങനെ നമ്മൾ ആ ഒരു നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു. കപ്പ ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ നല്ല രീതിയിൽ കുറേ ലേറ്റായിട്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.